BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം എത്തിച്ചേരുമെന്നാണ് അവസാനം കിട്ടിയിട്ടുള്ള അറിയിപ്പ്. ഉജ്ജ്വലമായിട്ടുള്ള റോഡ് ഷോയോടുകൂടിയാണ് തൃശ്ശൂരിലെ പൗരാവലി അദ്ദേഹത്തെ വരവേൽക്കുന്നത്. ആ റോഡ് ഷോ വന്നതിന് ശേഷം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് കടന്നു വരും. വേദിയിൽ അദ്ദേഹം ഏതാണ്ട് 1.25 മണിക്കൂറോളം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വേദിയിലുണ്ടാവും. വേദിയിൽ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ ആകെ പ്രതിനിധികളായിട്ടുള്ള 7ഓളം പ്രമുഖ മഹിളാ രത്നങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം BJPയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം അദ്ദേഹത്തെ വേദിയിൽ അനുഗമിക്കും. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് ശേഷമുള്ള സംസ്ഥാന തലത്തിലെ ആദ്യത്തെ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും വനിതാ സംവരണ ബിൽ പൂർത്തിയാക്കിയതിന് ശേഷം പ്രധാനമന്ത്രി പാർട്ടി ഓഫീസിലും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ നിരവധി പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത്. കേവലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ത്രീകളുടെ സമ്മേളനമല്ല ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ ആകെ പരിച്ഛേദം, പ്രത്യേകിച്ച് കുടുംബശ്രീ തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ സ്വാശ്രയ സംഘങ്ങളിലെ പ്രവർത്തകർ, ഇതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകർ, വനിതാ സംരംഭകർ, ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഏതാണ്ട് 10,000-ഓളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. വേദിയിലും അവരെ തന്നെ പ്രതിനിധീകരിക്കുന്ന മഹിളാ ഐക്കൺസാണ് ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വേദി പങ്കിടുന്നത്. തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചലച്ചിത്ര താരം ശോഭന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ മിന്നുമണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ അഴിമതിക്കും അനീതിക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നാവായിട്ടുള്ള മറിയക്കുട്ടി ഈ പരിപാടിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ശ്രീമതി ബീന കണ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ സംരംഭക എന്നുള്ള നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്. ഇതുപോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവരും ഞങ്ങളുടെ ക്ഷണം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിൽ മാറുന്ന സ്ത്രീ മനസ്സിൻ്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രഘോഷണമായിരിക്കും ഈ ഒരു മഹിളാ സമ്മേളനം. നാരി ശക്തിയുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ സമ്മേളന നഗരിയിൽ പുരുഷന്മാർക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ തന്നെ സംഘടിപ്പിക്കുന്നതും സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുരുഷന്മാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പ്രവർത്തകർക്കെല്ലാം മോദിജിയെ കാണാനാണ് പ്രത്യേകമായിട്ടുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തൃശ്ശൂരിലെ പൗരാവലിയിൽ നിന്നും ബോധ്യമായിട്ടുള്ള കാര്യം, സ്വമേധയാ തന്നെ ആയിരക്കണക്കിന് പൊതുസമൂഹ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാറുന്ന കേരള മനസ്സ്, നരേന്ദ്രമോദിജിയുടെ സ്വീകാര്യതയും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും കേരളം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ കേരളം അതിനെ അണിചേരുന്നു എന്നുള്ള സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത്. സ്നേഹയാത്ര എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, പട്ടികജാതി പട്ടികവർഗങ്ങൾ, ആദിവാസി ദളിത് സമൂഹങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സ്ത്രീ ശാക്തീകരണ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും അണിനിരക്കുന്ന ഒരു വലിയ ശക്തി പ്രകടനമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്.